വ്യവസായ സാധ്യതകളുടെ പുത്തൻ ലോകം തുറക്കുന്നതിനായി കേരളം നടത്തുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 എക്സിബിഷൻ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങളും പ്രൊഡക്റ്റും ഒക്കെയായിട്ട് നിരവധി സംരംഭകർ ഈ എക്സിബിഷൻ വേദിയിൽ അണിനിരക്കുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് പുതിയ കാഴ്ചകൾ. ഇപ്പോൾ ഇത് കെൽട്രോണിൻ്റെ സ്റ്റാളാണ്. കെൽട്രോണിന് ഇപ്പം 3 ഡിഫൻസ് യൂണിറ്റ് ഉണ്ട്. ആ ഡിഫൻസ് യൂണിറ്റിൻ്റെ സ്റ്റാളാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് നമുക്ക് അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അണ്ടർ വാട്ടർ സോണാർ സിസ്റ്റം, ഡിഫൻസിന് വേണ്ടി ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടുള്ള സോണാർ സിസ്റ്റം നമ്മൾ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള സിസ്റ്റംസ് നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഡെമോ ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് തന്നെ ഏകദേശം 200 കോടിയുടെ ഓർഡർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. നേവിയിൽ നിന്ന് ഏകദേശം ഒരു 1000 crore ഓർഡേഴ്സ് നമുക്ക് ഈ ഫിനാൻഷ്യൽ എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. കേരള ബാംബു മിഷൻ്റെ സ്റ്റാളാണിത്. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് കേരളയുടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെലിഗേറ്റ്സ്, പുറത്തുനിന്നുള്ള ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ നല്ല റെസ്പോൺസാണ്. സസ്റ്റൈനബിൾ ആയിട്ട് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ബാംബു മിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ 4 യൂണിറ്റിൽ നിന്നുള്ള പ്രോഡക്ട്സാണുള്ളത്. വയനാട്, പാലക്കാട്, അതുപോലെ കണ്ണൂർ ഏരിയയിൽ നിന്നുള്ള പ്രോഡക്ട്സാണുള്ളത്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ആസ്ട്രക് ഇന്നോവേഷൻസ് എന്നാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേര് യൂണിക് എക്സോ. ഇതൊരു റിഹാബിലിറ്റേഷൻ ഡിവൈസ് ആണ്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചറി ഉള്ളൊരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാകുമ്പോൾ ഫിസിയോതെറപ്പി ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഞങ്ങൾ ഡിവൈസ് വേറെ ചെയ്തിട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് മൂവ് ചെയ്തിട്ടുള്ള എക്സസൈസ് മുതൽ ഫുൾ വാക്കിംഗ് പാറ്റേൺ വരെയുള്ള ഫുൾ റേഞ്ച് ഓഫ് ഫിസിയോതെറപ്പി എക്സസൈസ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. ആൻഡ് പേഷ്യൻസിന് ഇങ്ങോട്ട് വരേണ്ടത് നമുക്ക് പേഷ്യൻസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടും ചെയ്യാൻ പറ്റും. കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന സമ്മിറ്റ്. അതിലേക്ക് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ആണ് നമ്മൾ കൈത്തറി വരുന്നത്. നമ്മൾ കൈത്തറി വികസന കോർപ്പറേഷൻ അതിൻ്റെ സ്റ്റാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കൈത്തറി എന്ന് പറയുന്നത്. ഇപ്പോൾ കൈത്തറി ഈ നമ്മളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നെയ്ത്തുകാർക്ക് നേരിട്ട് നമ്മൾ നൂലും കൊടുത്തിട്ടാണ് അവർ നെയ്ത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നതും. ഈ പറയുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ സാരികളും പിന്നെ മുണ്ട്, ഒറ്റമുണ്ട്, പട്ടുസാരികളൊക്കെ നെയ്ത് വരുന്നത്. ഈ കേരള സാരി നമ്മുടെ ഇത് പഴയ കാലങ്ങൾ തുടങ്ങി കുറേ പണ്ട് മുതലുള്ളൊരു ഇതാണ് കേരളത്തിൻ്റെ ഒറ്റവെട്ട് സാരി എന്ന് തന്നെ പറയണത്. കേരള സാരി നമ്മൾ ഇപ്പോഴാണ് ഒരുപാട് ഡിസൈനും വർക്കുകളും നമ്മൾ നേരത്തെ കണ്ട മാതിരി ഇതൊക്കെ വരുന്നത്. പക്ഷേ കേരള സാരി എന്നറിയപ്പെടുന്നത് ഈ ഒറ്റവെട്ട് സാരിനെയാണ് കേരള സാരി എന്ന് പറയുന്നത്. മറ്റേത് നമുക്കിപ്പോൾ വരുന്നത് പല ഡിസൈനുകളിൽ നമുക്ക് സാരികൾ വരുന്നുണ്ട്, റേറ്റും കൂടുതലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ ഒറ്റവെട്ട് സാരി തന്നെയാണ്. Company is Leverage Engineering Private Limited. Our product name is Sato Boom Truck. So Sato is our brand name and we manufacture the truck mounted crane. So participating in this exhibition or this event over there, we are getting more inquiries and the requirements to expand our product line. Earlier we came up with the only strip boom crane. Now we are expanding our line with the aerial work platform and as well as for the knuckle boom crane. We are a global automotive software company working for world's best car makers, and what we think is we can attract more investments in the automotive technology space through this sort of global summits by presenting our capability to the world through the platform. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കേരള കരകൗശല വികസന കോർപ്പറേഷൻ. കേരളത്തിന് അകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കരകൗശല തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനവും അതോടൊപ്പം അവരുടെ കൈകൊണ്ടുണ്ടാക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ അവർക്ക് മാർക്കറ്റ് പ്ലേസിലൊരു സെയിലിനുള്ളൊരു ഫോറം, അതിൻ്റെ ഉന്നമനം മാത്രമാണ് നമ്മുടെ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങളും സാരി, മുണ്ട്, പൊതുപ്പ് എന്നീ വസ്ത്രങ്ങളാണുള്ളത്. സിൽക്ക് സാരികളാണ് കൂടുതലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിവിധ വെറൈറ്റികളായിട്ടുള്ള സാരികളെല്ലാം KGS ഷോറൂമുകളിലാണുള്ളത്. ഇത് ചെയ്തിരിക്കുന്നത് ജൂട്ടിലുള്ള സാരിയാണ്. ഞങ്ങൾ സിൽക്ക് സാരിയിൽ ഡിസൈൻ ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത വർക്കുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം 110 വർഷം പഴക്കമുള്ള കേരള സോപ്സ്
KSAയുടെ അണ്ടറിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് മനസ്സിലാക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധ്യത കൊടുക്കുകയാണ് ഈ ഒരു ഉദ്യമത്തിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. നല്ല പ്രതികരണവും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ഗവൺമെൻറ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ഡിഡിഷ് എന്നാണ്. ഫ്രോസൺ പൊറോട്ടയാണ് മെയിനായിട്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 15ഓളം വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ച് നമ്മൾ ഗൾഫിൽ മിഡിൽ ഈസ്റ്റിൽ മാർക്കറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് കേരളത്തിലെ യൂണിറ്റ് ഇടുകയുണ്ടായത്. അവിടെ നിന്ന് നമ്മൾ പൊറോട്ട ഉൽപ്പാദിപ്പിച്ച് മാസത്തിൽ 3 കണ്ടെയ്നർ 4 കണ്ടെയ്നർ റേഞ്ചിൽ നമ്മൾ ഏകദേശം മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. We are part of USphere. We are a subsidiary of ULCCS, that is Uralungal Labour Conduct Cooperative Society, which has completed 100 years this month. And as part of the 100 years, we are launching USphere, our new initiative, that is futuristic building construction solutions. We go for speed, smart and sustainable perspective. That is, we are your one-stop destination for all your building needs. That is, a client can get all services under one roof. We start with design, execution and handover. ദേവ് സ്നാക്സ് എന്നുള്ള ബ്രാൻഡിലാണ്. സെറാഫിൻ ദേവ് ഇമ്പെക്സ് എന്നാണ് പേര്. ഇപ്പോൾ ഞങ്ങൾ സ്നാക്സിൽ മാത്രമായിരുന്നു ഒരു 30 years ആയിട്ട് മാർക്കറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ 2 years ആയിട്ട് ഞങ്ങൾ ഐസ്ക്രീമും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഓട്ടോമേഷൻ പ്ലാന്റ് അല്ലെങ്കിൽ കേരളത്തിലെങ്ങും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 2 മെഷീനറി വരുന്നത്. ഒന്ന് വന്നിട്ട് ചിപ്സ് ലൈനും പിന്നെ നംകീൻ ലൈനും. ചിപ്സ് വന്നിട്ട് ടാപ്പിയോക്ക ചിപ്സ്, ബനാന ചിപ്സ്, പിന്നെ അതേപോലെ പൊട്ടറ്റോ ചിപ്സ്. ഇത് നമ്മളെ ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോൾ ലേസിൻ്റെ സിസ്റ്റം മാറിയാണ് വരുന്നത്. മെഷീനറി വന്നത് ഇമ്പോർട്ടൻറ്റ് മെഷീനറിയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായിരിക്കും. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്നാണ്. ഒരു ഹോസ്റ്റൽ ആൻഡ് PG ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് കൊച്ചിയിലേക്കോ ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കോ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നല്ല വൃത്തിയുള്ള അഫോർഡബിൾ ആയ ഒരു താമസ സൗകര്യം കണ്ടുപിടിക്കാൻ. ഞങ്ങൾ സോൾവ് ചെയ്യുന്നതും ആ ഒരു പ്രോബ്ലമാണ്. ആര് ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറാം, അവർക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്യാം, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വിസിബിളായിട്ട് കാണാം. അവർ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് അവർക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് അവർക്കത് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരള ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടക്കുമ്പോൾ കേരള ബീയിങ് ദ ലാൻഡ് ഓഫ് കോക്കനട്ട്സ്, അത് തേങ്ങയുടെ നാടായ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ തനതായ തേങ്ങയിൽ നിന്നുള്ള പ്രൊഡക്ട്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ ഞങ്ങൾ 50 വർഷമായിട്ട് തേങ്ങയുടെ പ്രൊഡക്ട്സ് മാത്രം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ തേങ്ങയുടെ തന്നെ ഇന്നോവേഷൻസാണ് ഞങ്ങൾ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, പേറ്റൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 അത്ര തന്നെ പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഈ സംരംഭകരിൽ നിന്നും അറിയാൻ സാധിച്ചത്. വിഷ്വൽ ജേർണലിസ്റ്റ് അലൻ സണ്ണിക്കൊപ്പം സ്നേഹ ബെന്നി, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.